വയനാടൻ ജനതയുടെ കണ്ണുനീർ നൗഫൽ വേങ്ങാപ്പള്ളിയുടെയാണ്. വയനാടൻ ജനതയുടെ കണ്ണുനീർ ആ സമയത്താണ് നമ്മൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇനി ഇത് വായിക്കാം. വയനാടൻ ജനതയുടെ കണ്ണുനീർ എന്താ നോക്കാം. കാടുണ്ടു മലയുണ്ടു കാടേറെയുണ്ട്, കാട്ടിൽ വസിക്കുന്ന മൃഗമേറെയുണ്ട്. കാടുണ്ടു മലയുണ്ട് കാടേറെയുണ്ട്, കാട്ടിൽ വസിക്കുന്ന മൃഗമേറെയുണ്ട്. മഞ്ഞുണ്ട് കുളിരുണ്ട് കുയിൽ പാടും പാട്ട്, ഈ വയനാടൻ മണ്ണിന്റെ മനംനൊന്ത പാട്ട്. കാടുണ്ടു മലയുണ്ട് കാടേറെയുണ്ട്, കാട്ടിൽ വസിക്കുന്ന മൃഗമേറെയുണ്ട്. മഞ്ഞുണ്ട് കുളിരുണ്ട് കുയിൽ പാടും പാട്ട്, ഈ വയനാടൻ മണ്ണിന്റെ മനംനൊന്ത പാട്ട്. കാട്ടിൽ വസിക്കുന്ന മൃഗമെന്നു നാട്ടിൽ, മർത്യർക്കു നാശം വിതയ്ക്കുന്നു തോതിൽ. മർത്യന്റെ മാംസം ഭുജിക്കുവാനിന്നും വരവുണ്ടു കാട്ടിലെ കടുവയും നാട്ടിൽ. കാട്ടിൽ വസിക്കുന്ന മൃഗമെന്നു നാട്ടിൽ, മർത്യർക്കു നാശം വിതയ്ക്കുന്നു തോതിൽ. മർത്യന്റെ മാംസം ഭുജിക്കുവാനിന്നും വരവുണ്ടു കാട്ടിലെ കടുവയും നാട്ടിൽ. വീടിന്റെ മുറ്റത്ത് വരവുണ്ടൊരാന, മർത്യനു മരണം നൽകിയൊരാന. വയനാടൻ ജനതയെ കണ്ണീരിലാഴ്ത്തി, മർത്യൻ ജീവൻ വെടിഞ്ഞപ്പോൾ വിധിയെന്നു കാട്ടി. വീടിന്റെ മുറ്റത്തു വരവുണ്ടൊരാന, മർത്യനു മരണം നൽകിയൊരാന. വയനാടൻ ജനതയെ കണ്ണീരിലാഴ്ത്തി, മർത്യൻ ജീവൻ വെടിഞ്ഞപ്പോൾ വിധിയെന്നു കൂട്ടി. മർത്യന്റെ ജീവനു വിലയില്ലെന്നവിടെ, ശുശ്രൂഷ നൽകുന്നൊരാരോഗ്യ കേന്ദ്രം. പേരിനു മാത്രമായി മാറുന്നുണ്ടിവിടെ. കാടുണ്ടു മലയുണ്ട് കാടേറെയുണ്ട്, കാട്ടിൽ വസിക്കുന്ന മൃഗമേറെയുണ്ട്. മഞ്ഞുണ്ട് കുളിരുണ്ട് കുയിൽ പാടും പാട്ട്, ഈ വയനാടിൻ മണ്ണിന്റെ മനംനൊന്ത പാട്ട്. കാടുണ്ടു മലയുണ്ടു കാടേറെയുണ്ട്, കാട്ടിൽ വസിക്കുന്ന മൃഗമേറെയുണ്ട്. മഞ്ഞുണ്ട് കുളിരുണ്ട് കുയിൽ പാടും പാട്ട്, ഈ വയനാടൻ മണ്ണിന്റെ മനംനൊന്ത പാട്ട്. വയനാടൻ മണ്ണിന്റെ മനംനൊന്ത പാട്ട്, വയനാടൻ മണ്ണിന്റെ മനംനൊന്ത പാട്ട്. അസാധ്യമായിട്ടുണ്ട് വയനാടൻ ജനതയുടെ കണ്ണുനീർ. നൗഫൽ വേങ്ങാപ്പള്ളിയുടെ എഴുത്തിലൂടെ നമുക്ക് സമ്മാനിച്ചത് ദുരന്ത പര്യവസായിയായുള്ള ഒരു ജനതയുടെ കണ്ണുനീരിൻ്റെ കഥയാണ് കവിതയിലൂടെ. നൗഫൽ ഒരുപാട് നന്നായിരിക്കുന്നു. ടീം സാക്ഷിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കേട്ടോ. സാവിത്രി മോഹനൻ കാണിച്ചിരിക്കുന്നു. രചിത സുനിൽ അതിമനോഹര രചനയും ആലാപനവും മനോഹരം. ഓമനാശ്രീ വാച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നൗഫൽ അസലായിട്ടുണ്ട് എഴുത്ത് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് എഴുതിയതാന്ന് ഇത് കേട്ടാൽ മനസ്സിലാവും. കാരണം ഒരു ആതുരാലയത്തെക്കുറിച്ച്, ഒരു ആനയെക്കുറിച്ച്, അവിടുത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച്, അവിടുത്തെ ദൈനംദിന ജീവിതങ്ങളെക്കുറിച്ച്, അവിടുത്തെ മനുഷ്യരെ ജീവിതത്തിൻ്റെ രണ്ടറ്റും മുട്ടിക്കാൻ പെടുന്ന പാട്, അതിനിടയ്ക്ക് ഓരോന്നും വെച്ച് ഇതാക്കുമ്പോൾ പിറ്റേന്ന് പ്രളയമായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തെ തകർത്തെറിയുന്ന എല്ലാ അവസ്ഥാന്തരങ്ങളും മനോഹരമായിട്ട് നൗഫൽ ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് ചെയ്തിരിക്കുകയാണ്. അസാധ്യം, അതിമനോഹരം കേട്ടോ. നൗഫൽ ഏട്ടൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സരസ്വതി PM മനോഹരം രചനയും ആലാപനവും. നന്നായി, സന്തോഷം കേട്ടോ.